എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യരോട് അവസാനമായി എന്ത് ഉദ്ബോധിപ്പിക്കുന്നുവെന്ന് ശ്രവിക്കാം. 1 കൊരിന്ത്യൻസ് 16:13. ഉണർന്നിരിപ്പീൻ, വിശ്വാസത്തിൽ നിലനിൽപ്പീൻ, പുരുഷത്വം കാണിപ്പീൻ, ശക്തിപ്പെടുവീൻ. ഈ വാക്യം പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ കത്തിൻ്റെ അവസാനത്തെ ഉദ്ബോധങ്ങളുടെ ഭാഗമാണ്. കൊരിന്ത്യർ സഭയ്ക്കുള്ളിലെ ഭിന്നതയ്ക്ക് അധാർമികത, ആത്മീയ ദാനങ്ങളെയും പുനരുത്ഥാനത്തെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണ എന്നിങ്ങനെയുള്ള വിവിധ വിഷയങ്ങളെ അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നു. ഈ അധ്യായത്തിൽ പൊതു പ്രോത്സാഹനത്തോടെ ആശംസകളോടും കൂടി അവസാനിപ്പിക്കുന്നതിന് മുമ്പ് വിശുദ്ധന്മാർക്കായുള്ള ശേഖരണം, വ്യക്തിപരമായ പദ്ധതികൾ എന്നിങ്ങനെയുള്ള പ്രായോഗിക കാര്യങ്ങളിലേക്ക് പോൾ മാറുന്നു. ആത്മീയ ജാഗ്രത, ദൃഢത, വിശ്വാസത്തിൽ ശക്തി എന്നിവയ്ക്കുള്ള സംക്ഷിപ്തവും ശക്തവുമായ ആഹ്വാനവുമായി ഈ വചനം വേറിട്ടു നിൽക്കുന്നു. ജാഗ്രതയുള്ളവരായിരിക്കുക. തെറ്റായ പഠിപ്പിക്കലുകൾ, പ്രലോഭനങ്ങൾ, ഭിന്നിപ്പുണ്ടാക്കുന്ന സ്വാധീനങ്ങൾ തുടങ്ങിയ സാധ്യതയുള്ള അപകടങ്ങളെക്കുറിച്ച് ജാഗ്രതയുള്ളവരായി ആത്മീയമായി ഉണർന്നിരിക്കാൻ അദ്ദേഹം കൊരിന്ത്യരോട് അഭ്യർത്ഥിക്കുന്നു. ശക്തമായ വിശ്വാസം നിലനിർത്തുന്നതിന് ജാഗ്രത അത്യന്താപേക്ഷിതമാണ്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക എന്ന വാചകം സുവിശേഷത്തിലെ സ്ഥിരോത്സാഹത്തെ ഊന്നിപ്പറയുന്നു. ക്രിസ്തുവിൻ്റെ സത്യത്തിൽ മനുഷ്യരെ പോലെ പ്രവർത്തിക്കുക എന്ന പ്രയോഗം വിട്ടുവീഴ്ച ചെയ്യാനോ ഉപേക്ഷിക്കാനോ ഉള്ള സമ്മർദ്ദങ്ങളെ ചെറുക്കുന്നു. നിശ്ചയദാർഢ്യത്തോടെ വെല്ലുവിളികളെ നേരിടാൻ പോൾ വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നു. ആത്മീയ ഉത്തരവാദിത്തത്തിലേക്ക് ചുവടുവെക്കുന്നു. ശക്തരാവുക എന്നതാണ് ആന്തരിക ശക്തിയുടെ അന്തിമ പ്രബോധനം. മനുഷ്യശക്തിയിലൂടെയല്ല, മറിച്ച് ആശ്രയിക്കുന്നതിലൂടെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രയാസങ്ങളും സഹിഷ്ണുതയും സഹിക്കാൻ ഇത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ നടത്തത്തിൽ നാം എപ്പോഴും ആത്മീയമായി ജാഗരൂകരായിരിക്കണം. നമ്മുടെ വിശ്വാസത്തിൽ വേരൂന്നിയിരിക്കുക. പ്രത്യേകിച്ച് പരീക്ഷണങ്ങളിൽ നമ്മുടെ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ജീവിത പ്രതിബന്ധങ്ങളെ ധൈര്യത്തോടെ നേരിടുക. ദൈവത്തെ മഹത്വപ്പെടുത്തുക. ഒരു ജീവിതം നയിച്ചുകൊണ്ട് അവൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക. ഞങ്ങളുടെ സ്നേഹനിധിയായ അബ്ബ, ഞങ്ങളുടെ വിശ്വാസത്തിനും സജീവമായ പങ്കാളിത്തവും നിരന്തര ജാഗ്രതയും അവിടുത്തെ ശക്തിയിൽ ആശ്രയിക്കലും ആവശ്യമാണ്. ഈ തത്വങ്ങളിൽ ജീവിക്കാനും ഉറച്ചു നിൽക്കാനും ഞങ്ങളുടെ വിശ്വാസയാത്രയിൽ അർത്ഥവത്തായ സ്വാധീനം ചെലുത്താനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ.